സെക്കൻഡ് എന്ന് പറഞ്ഞേ. ആദ്യ വർഷം തന്നെ ഇത്രയധികം മെഡലുകൾ, മാഷിന് എന്താണ് പറയാനുള്ളത്? വളരെയധികം സന്തോഷമുണ്ട്. ശരിക്കും ടഫായിട്ടുള്ളൊരു മീറ്റ് തന്നെയായിരുന്നു. പിന്നെ തുടക്കത്തിൽ തന്നെ 4ാം സ്ഥാനത്ത് എത്തുക എന്ന് പറയുന്നത് വളരെയധികം ഹാപ്പിയാണ്. പിന്നെ ഞങ്ങളൊക്കെ വർഷങ്ങളായിട്ട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഹൈ ഓൾട്ടിറ്റ്യൂഡ് സ്ഥലത്ത് ട്രെയിനിങ് സെന്റർ വേണം. ഫെഡറേഷന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള സമീപനം കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ സ്കൂളിൽ നിന്ന് റിസൈൻ ചെയ്തിട്ട് സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു സ്പോർട്സ് സ്കൂൾ തുടങ്ങിയതും. പിന്നെ അതിന്റെ ശക്തി എന്ന് പറയുന്നത് എന്റെ കുട്ടികൾ തന്നെയാണ്. വർഗീസ് മാഷ് പോരാട്ടത്തിലാണ്. സമാന്തര കായിക വിദ്യാഭ്യാസത്തിന് പുതിയൊരു മോഡലുമായി. തുടങ്ങിയ വർഷം തന്നെ 4ാം സ്ഥാനം. ഹൈ ആൾട്ടിറ്റ്യൂഡ് ട്രെയിനിങ് സെന്ററിന്റെ വിജയം. പ്രത്യേകിച്ച് പറയാനുള്ളത്, സിസ്റ്റത്തിന്റെ യാതൊരുവിധ സഹായവുമില്ലാതെ വർഗീസ് മാഷ് നേടിയ വിജയം. ക്യാമറമാൻ വിഷ്ണുവിനോടൊപ്പം ന്യൂസ് ഡേക്ക് വേണ്ടി ഹാരിസ്. ഒരു കട വിട്ടിട്ട് സ്വന്തം പേരിൽ കട തുടങ്ങുന്നത് കേട്ടിട്ട്, ഒരു സ്കൂൾ വിട്ടിട്ടേ സ്വന്തം പേരിൽ സ്കൂൾ തുടങ്ങുന്നത് ആദ്യമായിട്ടായിരുന്നു. റോസ്ലിൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു, മാഷിന്റെ ഐഡിയ ഒക്കെ സ്വന്തം സ്കൂളിൽ നടക്കുള്ളൂ. എന്നിട്ട് നടന്നല്ലോ. പിന്നല്ലേ. ഫെഡറേഷൻ എന്തായാലും ഞെട്ടിയിട്ടുണ്ട്. ഇനി എന്താ പറയും? ഇത്രയും കാലം ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ ഇങ്ങനെയൊന്നും തുടങ്ങാൻ പറ്റാത്തതിന് ഉത്തരം പറയേണ്ടി വരും. അതുകൊണ്ടൊന്നും ആയില്ല. ഈ നാട്ടിൽ നമ്മൾ പറയുന്ന ആരെങ്കിലും ഒക്കെ കേൾക്കണമെങ്കിൽ ഒരു ഒളിമ്പിക് മെഡൽ തന്നെ വരും. ഓ, അതൊക്കെ വരുമോ? നീ മാഷിന്റെ പിള്ളേർ കൊണ്ടുവരും. മാഷേ, എപ്പോഴാണേലും എന്തുണ്ടെങ്കിലും വിളിക്കണം. ഫൈറ്റ് കാണും. ഫൈറ്റ് ചെയ്യാം. നിങ്ങളൊക്കെ ഇല്ലേ, കുറച്ച് സ്പോൺസർഷിപ്പ് പരിപാടിയൊക്കെ നോക്കണം. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ശരി മാഷ്. എവിടെയായിരുന്നു? വീട്ടിൽ പോടാ, ഒന്ന് പോയി 2 അക്ഷരം പഠിക്കും. നടന്നത് തന്നെ. ഏത് നേരം കളി കളി. വർഗീസ് അല്ലേ? അതെ, സാറെ വിളിക്കുന്നു. വാ. കേറ്, പറയാം. എന്താ? സ്റ്റേഷനിൽ ചെന്ന് സംസാരിക്കാം. ഞാനൊന്ന് നോക്കി വെച്ചാലും. എന്നാ മാഷേ പ്രശ്നം? നോക്കട്ടെ. അപ്പോൾ എത്ര ആളായി കോച്ചിങ് തുടങ്ങിയിട്ട്? 14 വർഷമായി. ഏതായിരുന്നു ഇവന്റ്? 400 മീറ്റർ. എന്നിട്ട് കൈക്കൊരു ഇഞ്ചുറി പറ്റി. അതിനുശേഷം പിന്നെ അപ്പൊ അന്ന് മുതൽ തന്നെ കൊച്ചുങ്ങൾക്ക് മരുന്നെടുത്ത് തുടങ്ങിയല്ലേ? മരുന്നു? ഈ ഉത്തേജക മരുന്നേ? ഉത്തേജക മരുന്ന്? ഞാൻ കാരണം അവർക്ക് മെഡലേ കിട്ടിയിട്ടുള്ളൂ സാർ. എടാ മാഷെ, നീ കൊച്ചുങ്ങൾക്ക് ഉത്തേജക മരുന്ന് കൊടുത്തില്ലേ? പിന്നെ അല്ലാതെ ആദ്യത്തെ വർഷം തന്നെ നിന്റെ കൊച്ചുങ്ങൾ എത്ര മെഡൽ എവിടെ നിന്നാണ് ഉണ്ടാക്കിയത്? അപ്പൊ ഉത്തേജക മരുന്ന് അറിയത്തില്ല. അറിയിച്ചേ
സ്വന്തം സ്കൂളിന്റെ വിജയത്തിന് വേണ്ടി കുട്ടികളെ കുരുതി കൊടുക്കാൻ മടിയില്ലാത്ത ഈ കായിക അധ്യാപകനോട് കേരളത്തിന് ചോദിക്കാനുള്ളത് ഫെഡറേഷനെ തോൽപ്പിക്കാനോ ഈ ക്രൂരത? കുട്ടികളുടെ ആരോഗ്യം വെച്ച് പന്താടി ഇയാൾക്ക് എന്ത് ശിക്ഷയാണ് വിധിക്കേണ്ടത്? ഈ വിഷയം ചർച്ച ചെയ്യാനായി ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഫെഡറേഷൻ സെക്രട്ടറി രാമശേഷൻ, പ്രമുഖ കായിക നിരീക്ഷകൻ എം സുധാകരൻ എന്നിവരോടൊപ്പം സംസ്ഥാനത്തെ പ്രമുഖ കായിക താരങ്ങളും പങ്കെടുക്കുന്നു. ഫെഡറേഷന് ഇതിൽ യാതൊന്നും ചെയ്യാനില്ല. ഞങ്ങളുടെ നിർദ്ദേശം സർക്കാർ അംഗീകരിച്ചു കഴിഞ്ഞു. വർഗീസ് സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് സർക്കാർ അടച്ചുപോകും. ഇവിടുത്തെ സ്പോർട്സിന്റെ കാര്യങ്ങൾ ഫെഡറേഷൻ നന്നായി നോക്കുന്നുണ്ട്. വേറൊരു സിസ്റ്റത്തിന്റെ ആവശ്യമില്ല, അല്ലേ പ്രസിഡന്റ്? അവിടെ ചേർന്ന വിദ്യാർത്ഥികളുടെ ഭാവി ഓർത്താരും വിഷമിക്കേണ്ട. ഫെഡറേഷൻ അവരെ ഏറ്റെടുക്കും. മോളെ റോഷന്റെ അനിയൻ വിളിച്ചായിരുന്നു കേട്ടോ. കേസ് തള്ളി. ലാബ് റിപ്പോർട്ട് വെക്കാൻ വേണ്ടി കോടതി പറഞ്ഞായിരുന്നു. റിപ്പോർട്ട് വന്നപ്പോ ബ്ലഡ് സാമ്പിൾ എല്ലാം നോർമലാണ്. കണ്ടോ? അവർക്ക് അബദ്ധം പറ്റിയാന്ന് പറഞ്ഞ് തടിയൂരി. എന്തായാലും സംഭവം ഓക്കെ. വലിയ കാര്യമായിപ്പോയി. അപ്പൊ മനുഷ്യ അനുഭവിച്ചൊക്കെ നഷ്ടപരിഹാരം തരണം എല്ലാരും കൂടെ. വാടാ മക്കളെ വാ. ഓരോരുത്തന്മാരുടെ ഓരോ പരിപാടികൾ. അപ്പനെ കാണാൻ പറ്റുമോ? അതിനെന്നെ നമുക്ക് ഇപ്പൊ തന്നെ നീ അമ്മയുടെ കൂടെ നിൽക്ക്. ഞാൻ അവര് പോയിച്ചു വരട്ടെ. നീ ഇവിടെ നിന്നാ മതി. ഓടാൻ നിൽക്കുന്നവൻ. സാറാകത്തുണ്ടോ? ആ സാറാകത്തുണ്ട് ചെല്ലേ. പോട്ടെ സാർ. ചെന്നുമോളെ അപ്പ നീ എന്തിനാ വന്നേ? ഞാൻ പേടിച്ചു പോയി. എന്തിന്? എന്താ? എൻ്റെ ഈ സ്കൂളും പൂട്ടി പിള്ളേരെല്ലാം പോവുകയും ചെയ്തു. അപ്പൊ ഈ കേസില്ലാതായതും എല്ലാരും ഒന്ന് അറിയണം. വേണം, എന്തായാലും അറിയണം. ആ ന്യൂസ് ഒന്ന് കൊടുക്കുകയല്ലേ നമ്മുടെ TV-യിൽ? അല്ല, അതിപ്പം ഇലക്ഷനൊക്കെ അല്ലേ മാഷെ, അതുകൊണ്ട് അന്ന് കഴിഞ്ഞോട്ടെ. ഇപ്പൊ ഇതിന്റെ എല്ലാം ഒരു തിരക്കല്ലേ, നമുക്ക് കാണാം, ഇവിടെ കൊടുക്കാം കേട്ടോ. See, it's a nasty fight against the system. So collateral damage ഉണ്ടാകും. മനസ്സിലായില്ലേ? സർ, ഞാൻ ഈ സ്കൂള് തുടങ്ങിയതും ജീവിക്കുന്നതും ഒക്കെ പിള്ളേർക്ക് വേണ്ടിയിട്ടാണ്. ശരിക്കും ഇനി എനിക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ കോടതി എന്നെ വെറുതെ വിട്ട ന്യൂസ് നന്നായിട്ടൊന്ന് കൊടുക്കണം സാർ. വീക്ക് ന്യൂസ് കണ്ടില്ലേ? സാർ, അത് 8ാം പേജിൽ ചെറിയൊരു കോളത്തിലല്ലേ, ആര് കാണാനാ? പിന്നെ ഫ്രണ്ട് പേജിൽ കൊടുക്കാൻ പറ്റുമോ? ഫ്രണ്ട് പേജിൽ കൊടുത്തല്ലോ, പൂട്ടിച്ചത്. മീറ്റിംഗ് കൊണ്ട് കാണാം. എന്താ പറയാനാ, കണ്ണു മാത്രം അനങ്ങണം.
ഡാ ഉറങ്ങിയായിരുന്നു. ഇവളിവിടെ തിരിച്ചു വരുമ്പോൾ ഇവൾക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ഇവിടെ ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞതാ. ഇവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തന്നെയാ. അത് പറയാനിരിക്കായിരുന്നു അവള്. ഇനി പറയാനും നാളെത്തിക്കേണ്ട തുണിയാ. ഒരാഴ്ചത്തെ കിടപ്പുണ്ട്. ഇനിയും വൈകിയ പണിയാ. ആശുപത്രിയിൽ ഓർഡർ അങ്ങ് പോകും. നീ അങ്ങ് മാറി. എങ്ങോട്ടാ? അവനൊന്ന് വിളിക്കട്ടെ. ഏയ്, ഇത് ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം. അവനെ വിളിക്കാനൊന്നും നിൽക്കണ്ട. വിളിച്ചാലും അവൻ വരത്തില്ല. സാറേ, ഫോണിൽ കൂടെ പറഞ്ഞല്ലേ? എന്നാലും സാറേ, ആ കോൺസ്റ്റബിളിന് എന്തോ കമ്മ്യൂണിക്കേഷൻ എറർ പറ്റിയതാ. റേസ് കഴിഞ്ഞെന്ന് പറഞ്ഞ എന്തോ ഒരു തെറ്റായ ഇൻഫർമേഷൻ വന്നു. അയാൾ അപ്പൊ തന്നെ ട്രാഫിക് ഓപ്പൺ ചെയ്തു. സാർ, അപ്പോ എന്നെ ചെയ്യാനാടോ? അയാളൊരു 7 ദിവസം സസ്പെൻഡ് ചെയ്തു.
ഇതിൽ ഏത് മഞ്ഞയാണ് വേണ്ടേ? ഇതാണോ അതോ ഇതോ? ഇതല്ലേ? ഇപ്പൊ തന്നെ മാറ്റട്ടെ? നീ ഇതാരോടാ? ആ, ഞാൻ ഇവളോട് തന്നെ. മാഷേ, ഞാനും ഇവളും കൂടെ ചേർന്നൊരു കോഡുണ്ടാക്കി. ആലിസ് 2 തവണ കണ്ണ് ചിമ്മിയ യെസ് എന്നാണ് അർത്ഥം. 1 തവണ കണ്ണ് ചിമ്മിയ നോ. ഇനി അഥവാ 3 തവണ കണ്ണ് ചിമ്മിയ സന്തോഷം. ഈ വേദന കുറവുണ്ടോ എന്ന് ചോദിച്ചായിരുന്നു. മാഷ് ചോദിച്ചോ? ചോദിക്കേ. മോൾക്ക് വേദനയുണ്ടോ? കണ്ടോ മാഷെ, 1 തവണ കണ്ണ് ചിമ്മി. ഇല്ല എന്നർത്ഥം. ഇതുപോലെ ഓരോ കാര്യത്തിനും ഞങ്ങൾ കോഡുണ്ടാക്കിക്കൊണ്ടിരിക്കുക മാഷെ. ഈ കോഡിനെ കുറിച്ച് പുസ്തകങ്ങളിലും സിനിമയിലൊക്കെ ഉണ്ട്. കെ ആണോ? നോ. അടുത്തത് എല്ലാണോ? PAL. പല്ല് തന്നെ ഉണ്ടോ? അതല്ല. പാലയിലുള്ള മേഴ്സിയമ്മച്ചിയുടെ കാര്യമാണോ? അതുമല്ല. പാൽബൺ. സന്തോഷ് ട്രോഫിയിൽ കേരളത്തിന് വീണ്ടും ജയം. സെമി ഫൈനൽസിലോട്ട് കടന്നു. വിംബിൾഡൺ ഫൈനൽസിൽ സെറീന വില്യംസ് വീനസ് വില്യംസിനെ സ്ട്രെയിറ്റ് സെറ്റ്സിൽ തോൽപ്പിച്ചു. 6-3, 6-2. മാഷ് നമസ്കാരം മാഷെ. ആ നമസ്തേ. ഇത് സെലിൻ, മനസ്സിലായോ? ആ അതെ. ആലീസ് അകത്തുണ്ട്. ആലീസ് വേണ്ട മാഷെ, സെലീന് ചിലത് പറയാനുണ്ട്. അന്ന് വാഗമണിൽ റേസിന് തൊട്ടു മുമ്പ് അലക്സാർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു റേസിൽ ആലിസ് ജയിക്കില്ലെന്ന്. പിന്നെ ഇന്ന് ഈ പത്രത്തിലെ വാർത്ത കൂടി കണ്ടപ്പോൾ എനിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ. എന്ത് വാർത്ത? പ്രോജക്റ്റ് ജനഗണമനയുടെ ഭാഗമായി കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത സൈക്ലിസ്റ്റ് ആലിസിന് പരിക്കേറ്റതിനാൽ പകരം 400 മീറ്റർ ഓട്ടക്കാരനായ ആദിശേഷനെ കേരളത്തിനെ പ്രതിനിധീകരിച്ച് റഷ്യയിലേക്ക് അയക്കാൻ തീരുമാനമായി. കേരളത്തിലെ ഫെഡറേഷൻ പ്രസിഡന്റ് രാമശേഷൻ്റെ മകനാണ് 27-കാരനായ ആദിശേഷൻ. ഇതിലെന്തോ കോൺസ്പിറസി ഉണ്ട് മാഷെ. ഉണ്ടെങ്കിൽ അല്ല, മനഃപൂർവ്വം വണ്ടി വന്ന് ഇടിച്ചെന്നാണോ മാഡം പറയുന്നത്? എന്ന് ചോദിച്ചാൽ ചാൻസ് ഉണ്ട്. ആര്? എന്തിന്? അറിയില്ല, ആരുമാവാം. ഒരുപക്ഷെ ഫെഡറേഷൻ.
അല്ലെങ്കിൽ ആ കോച്ച്? അത് കണ്ടുപിടിക്കണം. എന്തിനാ? എന്തിനാന്നോ? കണ്ടുപിടിച്ചിട്ട് എന്തിനാ? ഇതാരെങ്കിലും ചെയ്യിച്ചതാണെങ്കിൽ അവരിനി ജീവനോടെ ഇരിക്കത്തില്ല. കൊല്ലാന്നാണോ? കൊല്ലണമെങ്കിൽ കൊല്ലണം. ആരെയൊക്കെ കൊല്ലും? ലോറി കടത്തി വിട്ട പോലീസുകാരനെയോ? അതോ കോച്ചിനെയോ? അതോ രാമശേഷനോ? അതോ ഇനിയും അയാളുടെ മകനെയോ? അവളിങ്ങനെ അകത്ത് കിടക്കുമ്പോൾ ഒരുത്തിനും ഓടത്തുമില്ല, റഷ്യയിലോട്ട് പോകത്തുമില്ല. അതിനി ആരെ കൊന്നിട്ടായാലും. അതിനുള്ള ടീമുകളൊക്കെ എനിക്ക് തിരുവനന്തപുരത്ത് അറിയാം. മാഷെ ഇത് എക്സ്പോസ് ചെയ്യണം എല്ലാത്തിനെയും. നമ്മളൊന്നിനുമില്ല, നിങ്ങളൊന്ന് പോയി തരാമോ? മാഷെ അത് നിങ്ങളിതെന്ത് അപ്പനാണ്? ഓർമ്മ വെച്ച കാലം തൊട്ട് അവൾ ഇത് ചെയ്യരുത്, അത് ചെയ്യരുത്, അത് കഴിക്കാൻ പാടില്ല, കളിക്കാൻ പാടില്ല, എന്തു പറഞ്ഞാലും ഒരു ഒളിമ്പിക്സ്, മണ്ണാങ്കട്ട. ഇപ്പം എന്നായി? അകത്ത് കിടപ്പുണ്ടല്ലോ ഒരു മെഡല്. വേറെ ഓരോ അപ്പനുമായിരുന്നെങ്കിൽ അവൾ പഠിച്ച് നല്ല നിലയിലെത്തി ജോലിയും കിട്ടി സുഖമായിട്ടിരുന്നേനെ. This is Asian record. Just repeat this and it's Olympic gold for India. तुसी timing देखो, बेटी ने कमाल कर दिया. Why you want to go to Kerala now? Go to Russia from here. She wants to meet everyone or small Okay. friends. So I get it. लेकिन जल्दी वापस आना. Sir. This for you. You deserve it, my friend. You are a wonderful father. कितना हो गया कोच? Well done. बहुत अच्छे. എന്തിനുള്ള പുറപ്പാടാ? അവളെ ഇനിയും തോപ്പിക്കണം മാഷെ. ഞാൻ അറിയാതെ സോറി. അത് സാരല്ല.
ഒരിക്കലെങ്കിലും ജയിക്കണ്ടേ മാഷ നമ്മളൊക്കെ? H